ഹലോ എവരിവൺ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വന്നിട്ട് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിനെ കുറിച്ച് ഫസ്റ്റ് നോക്കുന്ന മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് അറിയേണ്ട ഒരു മുഖ്യമായിട്ടുള്ള കാര്യം വന്നിട്ട് OHLC ആണ്. OHLC എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഓപ്പൺ, ഹൈ, ലോ പിന്നെ ക്ലോസ് ആണ്. അങ്ങനെയെന്ന് പറയുമ്പം ഈ ക്യാൻഡലിൻ്റെ ഓപ്പൺ പ്രൈസ് എന്ന് പറയുന്നത് ഈ സ്ഥലമാണ് ഓപ്പൺ എന്ന് പറയുന്നത്. ഇതാണ് ആ ക്യാൻഡലിൻ്റെ ക്ലോസും. പിന്നെ ആ ക്യാൻഡലിൻ്റെ ആ ദിവസത്തിൻ്റെ ഹൈ വന്നിട്ട് ഇതും, പിന്നെ ലോ വന്നിട്ട് ഈ സ്ഥലത്തെയാണ് ലോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി ആയിട്ട് ടാറ്റ മോട്ടോഴ്സ് എന്തെങ്കിലും എടുക്കാം. ടാറ്റ മോട്ടോഴ്സിൻ്റെ 1 ഡേ ക്യാൻഡിലായിട്ട് ഇതിനെ വിചാരിച്ചാൽ മതി. അപ്പം ഇതായിരിക്കും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഹൈ, പിന്നെ ഇതാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ അന്നത്തെ ലോവും. പിന്നെ ടാറ്റ മോട്ടോഴ്സ് ഓപ്പൺ ആയ സ്ഥലം വന്നിട്ട് ഇതാണ് ഓപ്പണിംഗ് പ്രൈസ് ടാറ്റ മോട്ടോഴ്സിൻ്റെ. ഇപ്പം എക്സാമ്പിൾ ഇതിന് വന്നിട്ട് ഒരു 72 എന്ന് വെച്ചിരുന്നാൽ മതി. ഇപ്പം ഇത് വന്നിട്ട് സേ ഒരു 72, ഇത് വന്നിട്ട് ഒരു 70 റുപ്പീസായി ഇരിക്കട്ടെ. ഇത് വന്നിട്ട് ഒരു 75, ഇത് വന്നിട്ട് 78 ആയിട്ട്. ഓക്കെ, അപ്പം ടാറ്റ മോട്ടോഴ്സ് ഓപ്പൺ ആയ പ്രൈസ് വന്നിട്ട് 72 ആണ്. ടാറ്റ മോട്ടോഴ്സ് ഓപ്പൺ ആയതിനു ശേഷം അത് 70 വരെ പോയിട്ടുണ്ട്, 70 വരെ പോയി ലോ വച്ചിട്ടുണ്ട് അന്നത്തെ ഡേയിൽ. പിന്നെ അവിടെ നിന്ന് ടാറ്റ മോട്ടോഴ്സ് 72 കയറി അന്ന് 78 വരെ ഒരു ഹൈ പോയിട്ട്, പിന്നെ ടാറ്റ മോട്ടോഴ്സ് വന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ആവുമ്പം ക്ലോസ് ചെയ്ത പ്രൈസാണ് ഈ 75 എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നോക്കാനായിട്ട് നമ്മൾ ട്രേഡിംഗ് ടെർമിനലിൽ പോകുമ്പം അറിയാം. ട്രേഡിംഗ് ടെർമിനൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വന്നിട്ട് ട്രേഡിംഗ് വ്യൂ ആണ്, ചാർട്ട്സ് ഒക്കെ അനലൈസ് ചെയ്യാനായിട്ട്. അത് മാക്സിമം 85% പീപ്പിൾ യൂസ് ചെയ്യുന്നതാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് ഈ ചാർട്ട് അനലൈസ് ചെയ്യാനും എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഹിസ്റ്ററി ടെൻസ് ടു റിപ്പീറ്റ് ഇറ്റ് സെൽഫ് എന്ന ഒരു വേർഡിങ് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക്. എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പം എന്ത് അനലൈസ് ചെയ്യുവാണെങ്കിലും നമ്മൾ ഇതിൻ്റെ മുമ്പുള്ള ഹിസ്റ്ററിനെ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇപ്പം ഇന്ന് ഡേറ്റ് വന്നിട്ട് 30-ാം തീയതിയാണ്. അപ്പം 29-ാം തീയതിയുടെ ക്യാൻഡലിലേക്ക് എടുത്ത് നോക്കുമ്പം അവിടെ ഇപ്പോൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്കായിട്ട് ഇപ്പം ഹാമർ, ഡോജി, മറുബുസോ ഒത്തിരി ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളിന് ഇപ്പം ഹാമർ പാറ്റേൺ എടുക്കുന്നു വെച്ചോ. ഹാമർ പാറ്റേൺ അവിടെ വന്നപ്പം എന്താണ് സംഭവിച്ചത് അത് നമുക്ക് നോക്കി ചെക്ക് ചെയ്യാം. അത് നമ്മളിപ്പം എന്തെങ്കിലും പുതിയതായിട്ടൊരു സ്ട്രാറ്റജി പഠിക്കുവാണ്, എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഇംപ്ലൈ ചെയ്യുന്ന മുമ്പ് പഴയ ചാർട്ടിൽ ഒന്ന് ഇതിനായിട്ട് അനലൈസ് ചെയ്ത് നോക്കാം നമുക്ക്. അതുകൊണ്ടാണ് ഇത് ഹിസ്റ്ററി ടെൻസ് ടു റിപ്പീറ്റ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത്. പിന്നെ അത് പറയാൻ ഇനിയൊരു കാരണം എന്തെന്ന് വെച്ചാൽ മുമ്പ് എന്ത് സംഭവിച്ചോ അത് തന്നെ ഇനിയും സംഭവിക്കാൻ പോകുന്നെന്ന് അർത്ഥമാണ് അത്. അപ്പം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് വന്നിട്ട് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിനെ കുറിച്ചാണ്. അത് 2 ടൈപ്സ് ആണ് ഉള്ളത് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിൽ മെയിനായിട്ട്. അതിൽ ഒന്ന് വരുന്നത് സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണും, ഇനി ഒന്ന് വന്നിട്ട് മൾട്ടിപ്പിൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എന്ന് പറയുമ്പം ഒരു ക്യാൻഡിൽ സ്റ്റിക്കിനെ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ്. സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിൽ വരുന്നത് മറുബൂസോ, ആ മറുബൂസോയുടെ അകത്ത് വരുന്നത് ബുള്ളിഷ് മറുബൂസോ, ബിയറിഷ് മറുബൂസോ, പിന്നെ വരുന്നത് ഡോജിയാണ്, പിന്നെ സ്പിന്നിങ് ടോപ്സ്, പിന്നെ പേപ്പർ അംബർലയുടെ താഴെ വരുന്നത് ഹാമർ, ഹാങ്ങിങ് മാനും പിന്നെ ഷൂട്ടിംഗ് സ്റ്റാറും. പിന്നെ മൾട്ടിപ്പിൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ആണ് നമ്മൾ നോക്കാൻ പോണത്. അത് നമ്മളിപ്പം എപ്പം യൂസ് ചെയ്താലും അതൊരു കോമ്പിനേഷൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ചിലപ്പം 2 ക്യാൻഡിൽ സ്റ്റിക്ക് ആയിരിക്കും നമ്മൾ നോക്കുന്നത്, ചിലപ്പോൾ 3 ക്യാൻഡിൽ സ്റ്റിക്ക് ആയിരിക്കും നോക്കുന്നത്. അതിൽ വരുന്നത് മൾട്ടിപ്പിളായിട്ട് വരുന്നത് വന്നിട്ട് ഒരു എൻഗൾഫിംഗ് പാറ്റേൺ ആണ്. അതിൽ വന്നിട്ട് ബുള്ളിഷും ബിയറിഷുമാണ്. അതേപോലെ ഹറാമി എന്ന് പറയുന്നതിൽ ഒരു ബുള്ളിഷ് ഹറാമിയും ഉണ്ട്, ബിയറിഷ് ഹറാമിയും ഉണ്ട്. പിന്നെ പിയർസിംഗ് പാറ്റേണും ഡാർക്ക് ക്ലൗഡ് കവറും പിന്നെ മോർണിംഗ് സ്റ്റാർ, പിന്നെ ഈവനിങ് സ്റ്റാർ ആണ്. ഇപ്പം നമ്മളിപ്പം ഇത്ര ക്യാൻഡിൽ സ്റ്റിക്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രമാണ് നോക്കാൻ പോകുന്നത്. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതിൽ ഒന്നാണ് ഈ മറുബൂസോ എന്ന് പറയുന്നത്. ഈ മറുബൂസോ എന്ന് പറയുന്നതിൽ ഒരു ഫുൾ ബോഡി നമുക്ക് നോക്കാം. ഇതിലൊരു വിക്കും വേറെ ഒന്നുമില്ല. ഇതുപോലത്തെ ഒരു ഫുൾ ബോഡി, ഇത് വന്നിട്ട് ഇപ്പം നീല കളറിലാണ് ഇരിക്കുന്നത്. നോർമലായിട്ട് പച്ച കളറാണ് നമ്മൾ എല്ലാം ട്രേഡിങ് ഇതിൽ കാണാറുള്ളത്. ഈ ഫുൾ ബോഡി വെച്ച് വരുന്ന ക്യാൻഡിലാണ് മറുബൂസോ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ബുള്ളിഷ് പാറ്റേൺ ഫോം ആവുകയാണെങ്കിൽ നമ്മളൊരു ലോങ് പൊസിഷൻ എടുക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. അതേപോലെ ഇതാണ് ബിയറിഷ് മറുബൂസോ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ മാർക്കറ്റ് റിവേഴ്സൽ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം ചാർട്ടിൽ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം.
ഇതാണ് ട്രെൻഡ് റിവേഴ്സൽ ഇവിടെ വന്നിട്ട് ഒരു ബുള്ളിഷ് മർബൂസ ഫോം ആയിട്ടുണ്ട്. ബുള്ളിഷ് മർബൂസ ഫോം ആയതിനു ശേഷം നിങ്ങൾക്ക് നോക്കാം എവിടെയാണ് മാർക്കറ്റ് പോയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വരെ പോയിട്ടുണ്ട് ബുള്ളിഷ് മർബൂസ ഫോം ആയതിനു ശേഷം. നമ്മളിപ്പോൾ ഒരു ട്രേഡ് എൻട്രി എടുക്കുന്നത് വന്നിട്ട് ഈ ക്യാൻഡലിൻ്റെ ഈ ക്ലോസിലാണ് നമ്മൾ ഇത് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ നോക്കുന്നത് ബിയറിഷ് മർബൂസ ആണ്. ബിയറിഷ് മർബൂസ എന്ന് പറഞ്ഞത് ഞാൻ കാണിച്ചു തന്നില്ലേ, ഫുൾ ബോഡി റെഡ് കളറിൽ ഫോം ആവുന്നതാണ് ബിയറിഷ് മർബൂസ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ബുള്ളിഷ് മർബൂസ ഫോം ആവുന്ന ഇടം വന്നിട്ട് സപ്പോർട്ടായി തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ ട്രേഡ് എടുക്കരുത്. അതുപോലെ തന്നെ ഈ ബിയറിഷ് മർബൂസ ഫോം ആവുന്ന സ്ഥലം വന്നിട്ട് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിൽ ഫോം ആയാൽ മാത്രമേ അത് വന്നിട്ട് ഒരു ട്രെൻഡ് റിവേഴ്സലായിട്ട് നമ്മളിതിനും അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നോക്കുന്നത് പേപ്പർ അംബർല അല്ലെങ്കിൽ ഇതിനകത്ത് ഹാമർ പാറ്റേൺ ആണ് ബേസിക്കലായിട്ട് എല്ലാവരും പറയുന്നത്. ഹാമർ പാറ്റേണിൽ ബോത്ത് ഈ ഗ്രീൻ കളർ ഇത് വന്നിട്ട് ബ്ലൂ ആണ്. ഇപ്പം ഗ്രീൻ കളറിൽ ഫോം ആയാലും ഇത് റെഡ് കളറിൽ സപ്പോർട്ടിൽ ഫോം ആയാലും അത് ഹാമറായിട്ട് തന്നെ അസ്യൂം ചെയ്യേണ്ടത്. ഇപ്പം പിന്നെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് വന്നിട്ട് ഷൂട്ടിംഗ് സ്റ്റാർ ആണ്. ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്നതിൽ ഒന്ന് വന്നിട്ട് ഇൻവേർട്ടഡ് ഹാമർ എന്ന് പറയും, അതിന് ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയും. ഈ പാറ്റേൺ വന്നിട്ട് ഫോം ആവേണ്ട സ്ഥലം വന്നിട്ട് റെസിസ്റ്റൻസ് ആണ്. അതുപോലെ ഈ ഹാമർ ഫോം ആവേണ്ട സ്ഥലം വന്നിട്ട് സപ്പോർട്ടാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് വന്നിട്ട് നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഒന്ന് നോക്കാം. ഹാമർ പാറ്റേൺ വന്നതിന് ശേഷം മാർക്കറ്റ് എവിടെ പോയിട്ടുണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നമ്മളിപ്പം ട്രേഡ് ഹാമർ പാറ്റേൺ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഹാമർ പാറ്റേൺ ഫോം ആയതിനു ശേഷം ഈ ഹാമർ പാറ്റേണിൻ്റെ ക്ലോസിംഗ് പ്രൈസ് കാണുമല്ലോ. ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുമ്പം ഈ സ്ഥലമാണ് ക്ലോസിംഗ് പ്രൈസ്. അപ്പം ഇത് ബ്രേക്ക് ഔട്ട് ആയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ഫോം ആവുമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. നമ്മൾ എൻട്രി ഇവിടെയായി ഇരിക്കണം, എൻട്രി. അതേപോലെ നമ്മൾ വയ്ക്കുന്ന സ്റ്റോപ്പ് ലോസ് വന്നിട്ട് ഈ ക്യാൻഡലിൻ്റെ താഴെയായിരിക്കണം സ്റ്റോപ്പ് ലോസ്. നമുക്ക് ഇവിടെ എൻട്രിയും ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസും. പിന്നെ ടാർഗറ്റിനെ കുറിച്ച് പറയാം. ടാർഗറ്റിനെ കുറിച്ച് പറയാനായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കുറിച്ചാണ് സംസാരിക്കേണ്ടത്, അത് പറയാം. പിന്നെ നമ്മൾ നോക്കേണ്ടത് വന്നിട്ട് ബുള്ളിഷ് എൻഗൾഫിംഗ് ആണ്. ഇത് മൾട്ടിപ്പിൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൻ്റെ താഴെ വരുന്നതാണ് ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയുമ്പം ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. ഈ റെഡ് ക്യാൻഡിലിനെ ഫുള്ളായിട്ട് എൻഗൾഫ് ചെയ്ത് വരുന്നതാണ് ഈ ഗ്രീൻ ക്യാൻഡിൽ. അപ്പം ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ കാണുമ്പോൾ, ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലോങ് പൊസിഷന് റെഡി ആയിരിക്കണം. നമ്മൾ എടുക്കേണ്ട ട്രേഡ് വന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കേണ്ട ട്രേഡ്. എൻട്രി ഇതാണ് നമ്മുടെ എൻട്രി. അതുപോലെ സ്റ്റോപ്പ് ലോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇവിടെയാണ് നമ്മളെ സ്റ്റോപ്പ് ലോസ്. ഇതാണ് ലൈവ് മാർക്കറ്റിൽ ബുള്ളിഷ് എൻഗൾഫിംഗ് ഫോം ആയതിനു ശേഷം നടന്ന സംഭവം. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ബുള്ളിഷ് എൻഗൾഫിംഗ് ഫോം ആയിട്ടുണ്ട്. ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്, അതിനെ എൻഗൾഫ് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിലും. പിന്നെ അത് വന്നതിന് ശേഷം മാർക്കറ്റ് ഇവിടെ പോയിന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇതാണ് ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ. ഇതാണ് ഈ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം ഈ ഗ്രീൻ ക്യാൻഡിലിനെ ഒരു റെഡ് കളർ ക്യാൻഡിൽ എൻഗൾഫ് ചെയ്യുവാണെങ്കിൽ അതാണ് നമ്മളിപ്പം എടുക്കേണ്ടത്. അപ്പം നമ്മൾ വന്നിട്ട് അതിനെ ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ അസ്യൂം ചെയ്യാം. അപ്പം നമ്മൾ എൻട്രി എവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ എൻട്രി. സ്റ്റാർട്ടിംഗ് പൊസിഷൻ പോവുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ എൻട്രി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് ഈ ക്യാൻഡിലിൻ്റെ ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. പിന്നെ നോക്കുന്നത് മോർണിംഗ് സ്റ്റാർ ആണ്. മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു 3 ക്യാൻഡിലിൻ്റെ കോമ്പിനേഷനാണ് മോർണിംഗ് സ്റ്റാർ. ഒരു റെഡ് ക്യാൻഡിൽ, പിന്നെ ഒരു ഡോജി ഫോം ആയിട്ടുണ്ട്, പിന്നെ ഇവിടെ ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസും, ഇതാണ് നമ്മളെ എൻട്രി. ഇത് മാർക്കറ്റിൽ ഇങ്ങനെയാണ് ഫോം ആയിട്ടുള്ളത്. ഇവിടെ നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഒരു ചാർട്ടിൽ ഫോം ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ വന്നതിന് ശേഷം നമ്മൾ എൻട്രി എടുക്കണം. ഇതിൻ്റെ ടോപ്പിലാണ് എൻട്രി എടുത്തത്, നോക്കിയാൽ അറിയാം പിന്നെ മാർക്കറ്റ് എവിടെ പോയെന്ന്. പിന്നെ വരുന്നത് ഈവനിങ് സ്റ്റാർ ആണ്. ഇത് പിന്നെ അതിൻ്റെ സ്റ്റോപ്പ് ലോസും ഇത് അതിൻ്റെ എൻട്രിയുമാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് വന്നിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ചാണ്. ഇപ്പം ഇതിനെക്കുറിച്ച് പറയുന്ന മുമ്പ് നമ്മൾ മാക്സിമം എല്ലാവരും കണ്ടായിരിക്കും. ഇപ്പം നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസ് കാണുമ്പോഴോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നോക്കുമ്പോൾ നമുക്കിപ്പം അറിയാമല്ലോ ബിനോമോ പിന്നെ ഒലിം ട്രേഡ് അതിൻ്റെ ഗ്രാഫ്സ് ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ നോർമലായിട്ട് നോക്കുന്നത് വന്നിട്ട് എന്താണ്, ലൈൻ ചാർട്ടാണ് നമ്മൾ നോക്കുന്നത്. മാക്സിമം നമ്മൾ ലൈൻ ചാർട്ടിനെ യൂസ് ചെയ്തിട്ട് പ്രൈസ് മൂവ്മെൻറ്റ്സ് ഒന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ അത് എവിടെ പോകുന്നു എവിടെ വരുന്നു എന്നൊന്നും അസ്യൂം ചെയ്യാൻ പറ്റില്ല.
ഇത് ക്യാൻഡിൽ സ്റ്റിക്ക് വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് ഫൗണ്ടേറ്റ് ചെയ്തത് വന്നിട്ട് ജപ്പാനിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇത് ജപ്പാനീസ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. അത് ക്യാൻഡിൽ സ്റ്റിക്കിനെ വെച്ച് നമുക്കിപ്പം എന്താണ് മൂവ്മെൻറ്റ്, എങ്ങനെയാണ് പീപ്പിളുടെ സൈക്കോളജി ഇരിക്കുന്നതെന്നൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം ഈ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിനൊക്കെ യൂസ് ചെയ്തിട്ട്. പിന്നെ നമ്മൾ നോക്കുന്നതാണ് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം എന്തെന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ റെസിസ്റ്റൻസിനെ കുറിച്ച് നോക്കാം. ഇപ്പം നമ്മൾ നോക്കുന്നത് വന്നിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ചാണ്. നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ പഠിച്ചത് വന്നിട്ട് എൻട്രിയും സ്റ്റോപ്പ് ലാസും എവിടെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞ്. ഇപ്പോൾ നമ്മൾ അതിനെ ടാർഗറ്റിനെ കുറിച്ച് സംസാരിച്ചില്ല. ടാർഗറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പം മുഖ്യമായിട്ട് പറയാനുള്ള കാര്യമാണ് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും. ഓക്കെ, ഇപ്പോൾ റെസിസ്റ്റൻസിനെ കുറിച്ച് നോക്കാം. റെസിസ്റ്റൻസ് ഈസ് സംതിങ് വിച്ച് സ്റ്റോപ്സ് ദ പ്രൈസ് ഫ്രം റൈസിങ് ഫർദർ. The resistance level is a price point on the chart where traders expect maximum supply. ഇപ്പം അത് റെസിസ്റ്റൻസിന് സപ്ലൈ എന്ന് പറയാം. ഇപ്പം എന്തെന്ന് വെച്ചാൽ ഒരു പ്രൈസ് പോയിൻ്റ് ഒരു സർട്ടൈൻ ലെവലിനെ ക്രോസ് ചെയ്ത് പോവാതെ ഇരിക്കാനായിട്ട് ആണ് ആ സ്ഥലത്തിന് റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഈ റെസിസ്റ്റൻസ് വന്നിട്ട് ചാർട്ടിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാം. ഈ പോയിൻ്റാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം ഈ പ്ലേസിനെ 3 പ്രാവശ്യമാണ് ഈ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ളൂ. പക്ഷേ ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. സപ്പോസ് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ പ്രൈസ് മൂവ്മെൻറ്റ്സ് വന്നിട്ട് കുറച്ച് ഹൈ ആയിരിക്കും. ഇവിടെ നിന്ന് ഒരു മാക്സിമം ചിലപ്പോൾ ഒന്ന് റീട്രേസ്മെൻ്റ് എടുക്കും. റീട്രേസ്മെൻ്റ് എന്ന് പറയുമ്പം ഇവിടെ നിന്ന് ഇപ്പം ഒരു ബ്രേക്ക് ഔട്ട് ആയി എന്ന് വെച്ചോ. ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ഇവിടെ ബ്രേക്ക് ഔട്ടായി നമ്മളിവിടെ ഒരു എൻട്രി എടുക്കുവാണെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്ക് നോർമലായിട്ട് മുകളിൽ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അതിനുള്ള പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്തെടുക്കാം. സപ്പോസ് ഇതിങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ വേറെ എന്താണ് സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ടായി ഇവിടെ ഒരു ഇത് ഫോം ആയിട്ടുണ്ട്. പിന്നെ എന്താവെന്ന് പറഞ്ഞാൽ പ്രൈസ് മൂവ്സ് ഡൗൺവേർഡ്സ്. ഇവിടെ ഈ റെസിസ്റ്റൻസിൽ പിന്നെയും റെസിസ്റ്റൻസ് വന്നിട്ട് സപ്പോർട്ടായിട്ട് ടേൺ ആവും. ഈ ക്യാൻഡിൽ വന്നിട്ട് ഈ റെസിസ്റ്റൻസിനെ വന്നിട്ട് സപ്പോർട്ടായിട്ട് എടുത്തിട്ട് എന്താവെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഇതിങ്ങനെ കയറിപ്പോവും. മാക്സിമം നമ്മൾ ഇങ്ങനെ ഒരു റീട്രേസ്മെൻറ്റ് ആവുമ്പോഴാണ് എൻട്രി എടുക്കേണ്ടതാണ് ബെറ്റർ ഓപ്ഷൻ. നമ്മൾ മാക്സിമം എൻട്രി എടുക്കേണ്ട സ്ഥലം വന്നിട്ട് ഇവിടെയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സേഫായിരിക്കാം. പിന്നെ നോക്കേണ്ടത് മെയിൻ കാര്യമാണ് നമ്മുടെ സപ്പോർട്ട്. സപ്പോർട്ട് എന്ന് പറയുന്നത് അത് റെസിസ്റ്റൻസ് നമ്മൾ എന്തിനു പറഞ്ഞു അതാണ്. ഒരു സെർട്ടൈൻ പോയിന്റിൽ നിന്ന് ഈ പ്രൈസ് ലെവൽ വന്നിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ പോവാതെ പിടിച്ച് വെച്ചിരിക്കുന്നതാണ് സപ്പോർട്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ റിയൽ ലൈഫ് സാമ്പിളായിട്ട് ഈ നമ്മൾ ടി വി സ്റ്റാൻഡൊക്കെ കാണുമല്ലേ. ടി വി സ്റ്റാൻഡ് എന്താ ചെയ്യുന്നു? ടി വി താഴെ വീഴാതെ നമ്മൾ ടി വിനെ ഹോൾഡ് ചെയ്ത് വയ്ക്കാനാണ് സപ്പോർട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെയാണ് ഒരു സാധനമാണ് ഈ സപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ പ്രൈസ് ലെവൽ സർട്ടൈൻ മൂവ്മെൻറ്റ് വന്നിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യാതെ താഴെ പോകാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് സപ്പോർട്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് റെസിസ്റ്റൻസ് ഇതാണ് നമ്മുടെ സപ്പോർട്ട്. പ്രൈസ് ലെവൽ എന്താവെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവായി ഇവിടെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വൈകിയ സപ്പോർട്ടിൽ വരും. പിന്നെ ഈ സപ്പോർട്ടിൽ നിന്ന് ഇങ്ങനെ മൂവ് ആയിട്ട് പിന്നെയും അത് പോകുന്നത് എവിടെയാണ്? റെസിസ്റ്റൻസിലാണ് പോകേണ്ടത്. സപ്പോസ് ഇത് ബ്രേക്ക് ഔട്ട് ആയെങ്കിൽ പ്രൈസ് മൂവ്മെൻറ്റ് മുകളിലോട്ട് പോകും. സപ്പോസ് അതേപോലെ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രൈസ് പിന്നെ താഴോട്ട് ഒരു റാപ്പിഡായിട്ട് ഒരു ഫാള് കാണും. പിന്നെ നമ്മൾ ഇതിനെ വന്നിട്ട് റിയൽ ആയിട്ട് ഇപ്പം ചാർട്ടിൽ ഈ പാറ്റേൺസ് ഒക്കെ എങ്ങനെയാണ് ഫോം ആയിട്ടുള്ളതെന്ന് പറഞ്ഞ് നോക്കാം. അത് നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് SBIയുടെ ചാർട്ട് എടുക്കാം. നമ്മളിപ്പം SBIയുടെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് അല്ലേ. നമ്മൾ
ഇവിടെ ഒരു ഹാമർ പാറ്റേൺ ഫോം ആയിട്ടുണ്ട് നമുക്ക്. ഈ ഹാമർ പാറ്റേൺ ഫോം ആയതിനു ശേഷം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇത് ഫോം ആയതിനു ശേഷം എങ്ങനെയാണ് പ്രൈസ് ലെവൽ വന്നിട്ട് മുകളിലോട്ട് മൂവ് ആവുന്നെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ മൺഡേ ടൈം ഫ്രെയിമിലാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇതിനെ കാണുമ്പോൾ അറിയാം ഇത് എത്ര ഇടത്ത് ക്ലിയർ ആയിട്ട് ഒരു സപ്പോർട്ട് ഇത് ഈ ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് കറക്റ്റായിട്ട് വർക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാം. ഇപ്പം ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെയും ചെറുതായിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ബ്രേക്ക് ഔട്ടാണ് സാധിച്ചത്. ഞാൻ പറഞ്ഞില്ല, ഒരു ബ്രേക്ക് ഔട്ട് ആയെങ്കിൽ പിന്നെ അത് താഴെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പം റെസിസ്റ്റൻസ് നോക്കാം. ഈ സ്ഥലം നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരു പ്രൈസ് ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ പോകുന്ന പ്രൈസ് ലെവൽ വന്നിട്ട് പിന്നെ എന്താവുമെന്ന് പറഞ്ഞാൽ ഈ ലെവൽ വന്നിട്ട് അതിന് സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു, പിന്നെ ഇത് വന്നിട്ട് ഇതിനെ സപ്പോർട്ടായിട്ടാണ് എടുക്കുന്നത്. അപ്പം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അടുത്ത് വരുന്നത് ഈ പ്രൈസ് പോയിന്റ്സ് വന്നിട്ട്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം നമുക്കിവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. ഈ ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം ഈ ലെവലാണ് അതിൻ്റെ സപ്പോർട്ടായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ മാർക്കറ്റ് ആ പ്രൈസ് പിന്നെയും അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം റാപ്പിഡ് ഫാലാണ് വന്നിട്ടുള്ളത്. പിന്നെയും മാർക്കറ്റ് റീകവർ ആയിട്ടുണ്ട്. പിന്നെ എവിടെ വന്നു, ഞാൻ പറഞ്ഞില്ലേ ഇത് വന്നിട്ട് ജൂൺ 19 ഇത് നടന്ന സംഭവമാണ്. പിന്നെ അതേപോലത്തെ ഹിസ്റ്ററിയാണ് ഇപ്പം 2020 അപ്പം ഏത് റെസിസ്റ്റൻസിനെ അത് ബ്രേക്ക് ഔട്ട് ചെയ്തോ ആ റെസിസ്റ്റൻസ് ആണ് പിന്നെയും ഈ ലെവലിന് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ആയിട്ടുള്ളത്. പഴയ മേജർ കീ ലെവൽസിനൊക്കെ ടച്ച് പോയിന്റ് ആയിട്ട് എടുത്തു വരുമ്പം നമുക്ക് നല്ലൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും വരച്ച് കിട്ടും. അപ്പോൾ നമുക്കറിയാം എവിടെയാണ് ബ്രേക്ക് ഔട്ട് സംഭവിക്കാൻ പോണത്, എവിടെയാണ് നമ്മൾ എൻട്രിയും എവിടെയാണ് നമ്മുടെ എക്സിറ്റും നമുക്കറിയാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഹാമറിൻ്റെ മുകളിലാണ് നമ്മൾ എൻട്രി. ഇതിൻ്റെ മുകളിൽ എൻട്രി എടുക്കുവാണെങ്കിൽ നമ്മൾ ഇത്ര രൂപ നമുക്ക്, ഇതാണ് നമ്മുടെ എൻട്രി. അറൗണ്ട് നമുക്ക് ഒരു 32 റുപ്പീസിൻ്റെ അടുത്ത് നമ്മളൊരു പ്രോഫിറ്റ് എടുക്കാമായിരുന്നു അവിടെ നിന്ന് എൻട്രി എടുത്തിരുന്നാൽ. പിന്നെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റിൽ ഇട്ടാൽ മതി. ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. മേലും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക.